പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ കെട്ടിനുള്ള എല്ലാ കാര്യവും ഡെറി ചെയ്തിരുന്നു. പാറുവിന് ആവശ്യമായിട്ടുള്ളതെല്ലാം അവൻ തന്നെ വാങ്ങിവെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ പോയി ശ്രീയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അസ്ഥിത്തറയിൽ പോയി വിളക്ക് വെച്ച് രണ്ടുപേരും അവരുടെ അനുഗ്രഹം വാങ്ങി. കൂടെ ദേവുവിൻ്റെ വീട്ടിൽ പോയി അമ്മയുടെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വാങ്ങാനും അവർ മറന്നില്ല. അവർക്ക് യാത്ര ബുദ്ധിമുട്ടായതുകൊണ്ട് കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്കുള്ളതെല്ലാം രണ്ടുപേരും നേരിൽ ചെന്ന് തന്നെ കൊടുത്തു. രാത്രി ഡെറിയുടെ റൂമിൽ ബാൽക്കണിയിൽ ഇരിക്കുകയാണ് സൂര്യയും ഡെറിയും. ഏറെ നേരത്തെ മൗനത്തിന് ശേഷം സൂര്യ തന്നെ സംസാരിച്ചു തുടങ്ങി. അവൾ നിന്നെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്, സൂര്യ പറഞ്ഞു. അവൾ വരട്ടെ, പക്ഷേ അവൾ ഒരിക്കലും എന്നെ കാണില്ല. അവരോടുള്ള പക വീട്ടിലൊക്കെ അങ്ങ് കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ വീട്ടിൽ വെച്ചായിരിക്കും, ഡെറി മറുപടി പറഞ്ഞു. ആ, അത് പറഞ്ഞപ്പോഴാണ്. നീ അമ്മച്ചിയോട് പറഞ്ഞായിരുന്നോ? സൂര്യ ചോദിച്ചു. ആ, പറഞ്ഞു. അല്ലേൽ മറിയാമ്മ എന്നെ വെച്ചേക്കില്ല. പിന്നെ കൊച്ചിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തു. കൊച്ചിനെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്തു. അതോടെ മറിയാമ്മ ഹാപ്പി, ഡെറി ഒരു ചിരിയോടെ പറഞ്ഞു. ഇനി എന്താ നിന്റെ പ്ലാൻ? സൂര്യ ചോദിച്ചു. എല്ലാ തിരക്കും മാറ്റിവെക്കണം. കൊച്ചിനെ കൊണ്ട് ഞാൻ 1 മാസം ലീവ് എടുപ്പിച്ചു. കെട്ട് കഴിഞ്ഞ് 2-3 ദിവസം ഇവിടെ നിന്നിട്ട് പിന്നെ എൻ്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ പറക്കും ഞങ്ങളുടേതായ ലോകത്തേക്ക്. അത് കഴിഞ്ഞ് വന്നിട്ട് പല കാര്യത്തിനുമുള്ള മറുപടി പറച്ചിലായിരിക്കും. അതിന് ഞാൻ അവിടെ ഉണ്ടാകണം, അങ്ങ് കാഞ്ഞിരപ്പള്ളിയിൽ കുരിശിങ്കൽ തറവാട്ടിൽ. എൻ്റെ അപ്പനെയും അമ്മയെയും ഇല്ലാതാക്കിയവരെയൊക്കെ നശിപ്പിക്കും ഡെറിക്ക്, മുച്ചൂടും നശിപ്പിക്കും ഞാൻ. എടാ, നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ശ്രീമോളെയും കൊണ്ടുപോകുന്നുണ്ടോ? സൂര്യ ചോദിച്ചു. വേണം, അവൾ കൂടെ വേണം. അവൾക്ക് ഒരു ആപത്തും വരാതെ ഞാൻ നോക്കും. പിന്നെ കൂടെ ദേവുവുമുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട, ഡെറി പറഞ്ഞു. സൂര്യയുടെ ആകുലത കണ്ട് അവനൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. അപ്പോൾ അവൻ തീർത്തും ചെകുത്താനായി മാറിക്കഴിഞ്ഞിരുന്നു. സ്വാതിയെ ഇനി വെച്ചോണ്ടിരിക്കണോ? അവളെ പറഞ്ഞു വിടേണ്ട സമയം കഴിഞ്ഞില്ലേ? സൂര്യ ഡെറിയോട് ചോദിച്ചു. വരട്ടെ. ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് അതെല്ലാം തീർപ്പാക്കണം. വിവേക് ഇപ്പോൾ ഒളിവിലല്ലേ? ആ ACP സത്യജിത്ത് ഒരു 1.5 പൂട്ടല്ലേ പൂട്ടിയത്? എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റിയും കണ്ടുപിടിച്ചില്ലേ? അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ എവിടെയോ ഒളിച്ചിരിക്കുക, ഒരു പുച്ഛത്തോടെ ഡെറിക്ക് സൂര്യയോട് പറഞ്ഞു. എന്നാ ശരി, നീ കിടന്നോ, ഗുഡ് നൈറ്റ്. സൂര്യ ഗുഡ് നൈറ്റ് പറഞ്ഞു പോയി. ആ, ഗുഡ് നൈറ്റ് ഡാ. ഞാനെൻ്റെ കൊച്ചിനെ ഒന്ന് വിളിക്കട്ടെ. വിളിക്കുന്നതൊക്കെ കൊള്ളാം. അത് കഴിഞ്ഞ് അവിടെ അടുത്തു പോകാനാണേൽ പൊന്നു മോനെ, കെട്ടിൻ്റെ അന്നേ നിന്നെ ഞാൻ അവളെ കാണിക്കൂ, സൂര്യ വിളിച്ചു പറഞ്ഞു. ഇവനെ സൂക്ഷിക്കണം, പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യും, ഡെറി മനസ്സിൽ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്യുവോ? എൻ്റെ കൊച്ച് എന്നെ ഒരു പേടിയുമില്ല. ഇപ്പോൾ അങ്ങോട്ട് ചെന്നാൽ അവൾ തനി ഭദ്രകാളിയാകും. നിനക്കവളെ അറിയാൻ പാടില്ലാഞ്ഞിട്ടാ, അവനൊരു നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. എൻ്റെ പെങ്ങളെക്കൊണ്ട് മാത്രമേ നിന്നെ ഒതുക്കാൻ പറ്റൂ, അവനൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പോയി. അവനും ഒരു ചിരിയോടെ അത് നോക്കിക്കൊണ്ട് ഡോർ ലോക്കാക്കി ഫോണെടുത്ത് ബെഡിൽ വന്ന് കിടന്നു. അപ്പോൾ ഡെറിയുടെ ഉള്ളിൽ അവൻ്റെ പാറു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇന്നാണ് ആ സുദിനം. ഡെറിക്ക് അവൻ്റെ പ്രാണനായ പാറുവിനെ സ്വന്തമാക്കുന്ന ദിവസം. രാവിലെ തന്നെ അവർ സ്നേഹാലയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ കുഞ്ഞു രീതിയിൽ ഒരു മണ്ഡപം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യവും സൂര്യയും ദേവും കൂടിയാണ് ചെയ്യുന്നത്. രാവിലെ തൊട്ട് ഡെറി പാറുവിനെ കാണാൻ നോക്കിയെങ്കിലും അവന് കാണാൻ സാധിച്ചില്ല. സ്നേഹാലയത്തിന് ചുറ്റും ഡെറിക്കിൻ്റെ ഗാർഡ്സ് ഉണ്ട്. ഒരു കാരണവശാലും പുറത്തുനിന്ന് ആരെയും ഈ ദിവസം അകത്തേക്കാർക്കും പ്രവേശനമില്ല. പിന്നെ ഈ വാർത്ത ആരും അറിയാതെ ഇരിക്കാൻ വേണ്ടിയുമാണ് അത്. ഡെറിയുടെ തന്നെ സ്ഥാപനമായതുകൊണ്ട് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് അവർ ആ സ്ഥാപനം പണി കഴിപ്പിച്ചത്. അത്യാവശ്യം മിതമായ ഒരുക്കങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. മണ്ഡപത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിരുന്നു. വിവാഹം പ്രമാണിച്ച് ഡെറി തന്നെ എല്ലാവർക്കുമുള്ള ഡ്രസ്സ് അവിടെ നേരത്തെ എത്തിച്ചിരുന്നു. മുഹൂർത്തമായപ്പോൾ സൂര്യ തന്നെ ഡെറിയെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. ചെക്കൻ്റെ അടുത്ത പെങ്ങൾ സ്ഥാനം അലങ്കരിച്ച് ദേവു കൂടെ തന്നെ ഉണ്ടായിരുന്നു. സൂര്യയുടെ കൈപിടിച്ച് വരുന്ന ദേവുവിനെ കണ്ടതും ഡെറിയുടെ കണ്ണുകൾ വിടർന്നു. മിതമായ ആഭരണത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന അവളുടെ സൗന്ദര്യം കൂടിയായതും
അവളെ കാണാൻ ഒരു ദേവതയെപ്പോലെ തോന്നി. മണ്ഡപത്തിൽ എല്ലാവരും തൊഴുതു വണങ്ങിക്കൊണ്ട് ഡെറിയുടെ വാമഭാഗത്തായി പാറു ഇരുന്നു. മുംബൈ ആയിരുന്നതുകൊണ്ട് നോർത്ത് ഇന്ത്യൻ രീതിയിലായിരുന്നു വിവാഹം. പൂജാരി മന്ത്രങ്ങൾ ചൊല്ലി തുടങ്ങി. ദേവു വന്ന് രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി. സൂര്യ വന്ന് കന്യാദാനം ചെയ്തു. അത് ചെയ്തപ്പോൾ എന്തുകൊണ്ടോ സൂര്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അടുത്ത ചടങ്ങ് സപ്തപതിയായിരുന്നു. അഗ്നിക്ക് ചുറ്റും 7 തവണ വലം വയ്ക്കുന്നതായിരുന്നു ഈ ചടങ്ങ്. അതിൽ അവർ 7 നേർച്ചകളെപ്പറ്റി പറയും. അത് രണ്ടുപേരും പരസ്പരം നൽകുന്ന വാഗ്ദാനമാണ്. സപ്തപതി ചടങ്ങ് കഴിഞ്ഞു. ശേഷം പൂജാരി നൽകിയ മംഗളസൂത്രം ഡെറി പാറുവിൻ്റെ കഴുത്തിൽ ചാർത്തി. നിറഞ്ഞ മനസ്സോടെ അവൾ ആ താലി ഏറ്റുവാങ്ങി. അതിനുശേഷം സീമന്തരേഖയും ചുവപ്പിച്ച് അവൻ്റെ പ്രണയം അവൻ സ്വന്തമാക്കി. അത് കഴിഞ്ഞ് ദേവു ഡെറിയുടെ കയ്യിൽ പാറുവിന് ഇടാനുള്ള മോതിരം കൊടുത്തു. അതുപോലെ സൂര്യ പാറുവിൻ്റെ കയ്യിലും മോതിരം കൊടുത്തു. നിറഞ്ഞ ചിരിയോടെ ഇരുവരും പരസ്പരം മോതിരം അണിയിച്ചു. വിവാഹം മംഗളമായി തന്നെ അവസാനിച്ചു. പിന്നെ അങ്ങോട്ട് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. എല്ലാവരെയും കൂട്ടി നിർത്തി ഫോട്ടോ എടുത്ത് ഡെറിയുടെയും പാറുവിൻ്റെയും മാത്രമായി കുറേ പിക്സ്. അങ്ങനെ ആ രാവ് തീർത്തും അവർ സന്തോഷമാക്കി മാറ്റി. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അവർ സ്നേഹാലയത്തിലുള്ളവരോട് യാത്ര പറഞ്ഞ് ഡെറിയുടെ സ്വർഗത്തിലേക്ക് യാത്ര തിരിച്ചു. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഡെറിയുടെ കാർ അവൻ പുതിയതായി പണി കഴിപ്പിച്ച വീടിൻ്റെ മുന്നിലെത്തി. അവൻ്റെ പ്രാണന് വേണ്ടി പണി കഴിപ്പിച്ച വീട് ചുറ്റും മതിലുകൾ കൊണ്ട് മറച്ചിരിക്കുകയാണ്. പുറത്തു നിന്ന് നോക്കുന്നവർക്ക് ആർക്കും അകം ശരിക്ക് കാണാൻ സാധിക്കില്ല. ഗേറ്റ് കടന്ന് മുന്നോട്ട് പോകുമ്പോൾ അവർ കൗതുകത്തോടെ നോക്കിക്കണ്ടു എല്ലാം. ഇരു സൈഡിലും ഗാർഡൻ, അതിൻ്റെ നടുവഴിയിലായിട്ട് വീടിൻ്റെ അകത്തോട്ട് പോകാനുള്ള റോഡ്. ഡെറി വന്ന് ഡോർ തുറന്നു കൊടുത്തപ്പോൾ പോലും അവൾ ചുറ്റും നോക്കുന്ന തിരക്കിലായിരുന്നു. എൻ്റെ പൊന്നിനെ, ഇച്ചായനിത് മുഴുവൻ നടന്ന് പിന്നെ കാണിക്കാം. ഇപ്പോൾ കൊച്ചു വന്നേ, അവർ നമ്മളെ നോക്കിയിരിക്കുക, ഡെറി പറഞ്ഞു. അത് പറഞ്ഞവൻ അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. അവളും ഒരു ചിരിയോടെ അവൻ്റെ കൂടെ നടന്നു. ദേവു ആയിരുന്നു അവളെ നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് സ്വീകരിച്ചത്. വലതുകാൽ വെച്ച് അവൾ അവൻ്റെ സ്വർഗത്തിൽ കയറി. ശേഷം വിളക്കുമായി പൂജാമുറിയിൽ കൊണ്ടുവച്ച് അവളുടെ ഇഷ്ടദേവനായ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും രൂപത്തിൽ നോക്കി അവൾ പ്രാർത്ഥിച്ചു. ഇരുവരുടെ മനസ്സിൽ അപ്പോൾ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മരണത്തിലൂടെ അല്ലാതെ ഞങ്ങളെ പിരിക്കരുത് എന്ന്. പിന്നെ അങ്ങോട്ട് മധുരം കൊടുക്കൽ ചടങ്ങായിരുന്നു. എല്ലാം കഴിഞ്ഞ് ശ്രീ ഒരുവിധം തളർന്നു. അത് കണ്ട് ഡെറി അവളെയും കൂട്ടി റൂമിലേക്ക് പോയി. ദേവു കുളിച്ച് ഫ്രഷായി വന്നപ്പോഴാണ് ബെഡിലിരിക്കുന്ന സൂര്യയെ കണ്ടത്. പ്രതീക്ഷിക്കാതെ അവിടെ അവനെ കണ്ടതും അവളിലൊരു ഞെട്ടലുണ്ടായി. താനെന്താ ഇവിടെ? അവൾ അല്പം നീരസത്തോടെ ചോദിച്ചു. എനിക്ക് നിന്നോട് സംസാരിക്കണം, സൂര്യ പറഞ്ഞു. എനിക്കൊന്നും സംസാരിക്കാനില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് സംസാരിക്കാനാണ്? നിങ്ങൾ പറഞ്ഞ പോലെ ക്യാഷുള്ള ചെക്കന്മാരുടെ പുറകെ. അവൾ പറഞ്ഞു മുഴുവിപ്പിക്കും മുന്നേ അവൻ്റെ കൈ അവളുടെ കവളിൽ ശക്തിയായി പതിഞ്ഞു. അവളൊരു പകപ്പോടെ അവനെ മുഖമുയർത്തി നോക്കി. ശേഷം അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവൻ അവളോട് പറഞ്ഞു പറഞ്ഞു നീ എങ്ങോട്ടാണ് പോകുന്നത്? ശരി, അന്ന് തെറ്റുപറ്റിപ്പോയി. അതിന് 1000 വട്ടം ഞാൻ നിന്നോട് മാപ്പ് പറഞ്ഞു. ഞാനൊന്ന് താന്നു തന്നപ്പോൾ നീ അത് മുതലാക്കുന്നു. നീ കാതു തുറന്ന് കേട്ടോ, എന്നിൽ നിന്ന് അകലാൻ നീ ഇനി നോക്കണ്ട. അതിന് ഞാൻ അനുവദിക്കില്ല. ഞാൻ നിന്റെ അമ്മയോടും മുത്തശ്ശിയോടും അനുവാദം ചോദിച്ചു. അവർക്കാർക്കും ഒരു എതിർപ്പുമില്ല. അതുകൊണ്ട് മോൾ കൂടുതൽ ഇനി ഷോ കാണിക്കാൻ നിൽക്കണ്ട. ഇനി എന്നിൽ നിന്നൊരു മോചനം നിനക്കുണ്ടാകില്ല. അത്രയും പറഞ്ഞവൻ അവളുടെ ചുണ്ടുകൾ കടിച്ചു നുണഞ്ഞു. തീർത്തും വന്യമായ ചുംബനം. അവൾ കുതറി മാറാൻ നോക്കിയെങ്കിലും അവൻ കൂടുതൽ അവളെ അവനോട് ചേർത്ത് നിർത്തി. അപ്പോഴും അവളുടെ കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു. ശ്വാസതടസ്സമായപ്പോൾ അവൻ അവളുടെ ചുണ്ട് ഒരുമിച്ച് നുണഞ്ഞു. അവൻ അവളിൽ നിന്ന് പിന്മാറി. അപ്പോൾ ഇനി എന്തേലും പറയുമ്പോൾ ഇത് ഓർമ്മയുണ്ടാകണം. അതും പറഞ്ഞ് സൂര്യ അവളുടെ ചുണ്ടിൽ ഒന്ന് അമർത്തി മുത്തിയിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. ദേവു ഒരു പൊട്ടിക്കരച്ചിലൂടെ ബെഡിലേക്ക് വീണു. എന്നാൽ പുറത്തുനിന്ന് ഇത് കണ്ട അവൻ്റെ ഹൃദയം വിങ്ങി. പറ്റുവേലടി, നിന്നെ ഇനി പിരിഞ്ഞിരിക്കാൻ. ഇനിയും ഞാൻ താന്നു തന്നാൽ നീ ഒരിക്കലും എന്നോട് അടുക്കില്ല. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിന്നോട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ നീ വേദനിക്കുന്നതിൻ്റെ ഇരട്ടി ഞാൻ നിന്നെ സ്നേഹിക്കും. അത്രയും അവൻ മനസ്സിലോർത്ത് അവളെ ഒന്നും കൂടി നോക്കി അവൻ്റെ റൂമിലേക്ക് പോയി. അപ്പോഴും അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു.